നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആക്ച്വലി ഞാൻ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാം ഒരു 9th റാങ്കോട് കൂടി ക്രാക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗിന്റെ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഡീറ്റെയിൽസ് ഞാൻ കൂടാതെ പ്രാക്ടീസ് എക്സാംസ് ഉണ്ടാകും. പിന്നെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി നൽകുന്ന റാങ്ക് ഫയലാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ആക്ച്വലി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചത് ഏകദേശം ഒരു ഹൈ ഓൾ വെൽക്കം ടു എജൂസ് അക്കാഡമി. ആക്ച്വലി നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ഏറെ ദിവസങ്ങളായിട്ട് നമുക്ക് ഒരുപാട് എൻക്വയറീസ് കിട്ടുന്നുണ്ട്. അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് ഈ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നോ അതോ ഉടനെ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു എൻക്വയറിക്ക് റിപ്ലൈ എന്നുള്ള രീതിയിലാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് നമുക്കറിയാം അല്ലേ, അതായത് നമുക്ക് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമ്മുടെ നഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ട് ഒരു PG നഴ്സിംഗ് ഒക്കെ ഉള്ളവർക്ക് വളരെ സ്വപ്നതുല്യമായ ഒരു പോസ്റ്റാണ് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന് പറയുക. അതായത് നമുക്ക് നാട്ടിലെ ഒരു നല്ല പേ സ്കെയിലോട് കൂടി കൂടാതെ എൻട്രി കേഡറിൽ തന്നെ ഗസറ്റഡ് റാങ്കോട് കൂടി നമുക്ക് കയറാൻ പറ്റുന്ന ഒരു അടിപൊളി പോസ്റ്റ് തന്നെയാണ് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന് പറയുക. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ ആക്ച്വലി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു. അപ്പം നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വർഷം അവസാനത്തോടു കൂടിയാണ്. അതായത് 2025 അവസാനത്തോടു കൂടിയാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നാൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങിയാൽ മതിയോ എന്ന് ചോദിക്കും. അതിനുള്ള ഉത്തരവാണ് ഞാൻ ഇനി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളത്. ആക്ച്വലി ഞാൻ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാം ഒരു 9th റാങ്കോട് കൂടി ക്രാക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു, ഞാനിപ്പം ലീവിലാണ്. അപ്പൊ ആക്ച്വലി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചത് ഏകദേശം ഒരു 1.5 വർഷത്തോളം ഇന്റൻസീവ് ആയിട്ടുള്ള സ്റ്റഡി ആയിരുന്നു. അതായത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റഡി ആയിരുന്നു ആക്ച്വലി എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാം പാസ്സാകാനായിട്ട്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങിയാൽ പോരാ. ഞാനൊന്ന് നോട്ടിഫിക്കേഷനൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നു PSC നോട്ടിഫിക്കേഷനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു തുടങ്ങിയ വ്യക്തിയായിരുന്നു. അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, നഴ്സിംഗിൽ വെച്ചിട്ട് നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വെച്ച് തന്നെ എൻട്രി കേഡറിൽ കയറാൻ പറ്റുന്ന ഏറ്റവും നല്ല പോസ്റ്റാണ്, ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് അല്ലേ. അപ്പൊ ഈ ഒരു പോസ്റ്റിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വിയർപ്പൊഴിക്കേണ്ടി വരും. അതിനനുസരിച്ച് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടതായിട്ട് വരും. രണ്ടാമത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെ വളരെ ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എജൂസ് അക്കാഡമി ഒരുക്കുന്നു അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗിന്റെ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതിന് മുന്നോടിയായിട്ട് തന്നെ ഞാൻ നമ്മുടെ എജൂസ് അക്കാഡമിയുടെ ക്ലാസസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാം ഈ 18-ാം തീയതിക്ക് നമ്മൾ തയ്യാറെടുക്കുകയാണ്. അപ്പം ഏകദേശമൊക്കെ അറിയാമായിരിക്കും നമ്മുടെ പ്രിപ്പറേഷന്റെ സ്റ്റൈൽ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമ്മുടെ പ്രിപ്പറേഷൻ പോവുക എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം അറിയാമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആക്ച്വലി നമ്മുടെ ക്ലാസ്സുകൾ വരിക ഇൻ ഡെപ്ത് ആയിട്ടുള്ള തിയറി ക്ലാസ്സസ് ഉണ്ടാവും. അതായത് നമ്മൾ ജസ്റ്റ് ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. വളരെ ഡെപ്തിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്ത് അത് ആൻസർ ചെയ്ത് തന്നെ നമ്മൾ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. സോ ഇൻ ഡെപ്ത് ആയിട്ടുള്ള തിയറി ക്ലാസ്സസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പീരിയോഡിക് റിവിഷൻ. അതായത് നമ്മൾ എല്ലാ ക്ലാസ്സും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ എല്ലാ സബ്ജക്ട്സും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം റിവൈസ് ചെയ്യുന്ന രീതിയല്ല, അതല്ല ആക്ച്വലി നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുക. പഠനത്തോടൊപ്പം തന്നെ റിവിഷൻ കൊണ്ടുപോവുക എന്നുള്ളതാണ്. കൂടാതെ മോക്ക് എക്സാംസ്, അതായത് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട്, നെഗറ്റീവ് മാർക്കൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു 6 മൊഡ്യൂളിൽ വരുന്ന ഒരു 6 മൊഡ്യൂൾ വരുന്ന റാങ്ക് ഫയൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഫ്രീ റാങ്ക് ബൂസ്റ്റർ പാക്ക് നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് ആക്ച്വലി നമ്മുടെ റാങ്ക് ഫയലിന്റെ ഒരു കോപ്പീസ് എന്ന് പറയുന്നത്. അതായത് 6 മൊഡ്യൂളിൽ വരുന്ന റാങ്ക് ഫയലാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൂടാതെ നമ്മുടെ റാങ്ക് ബൂസ്റ്റർ പാക്ക് എന്ന് പറയുമ്പോൾ അറിയാല്ലേ, നമ്മൾ എന്താണ് റാങ്ക് ഒക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള പാക്കാണ്. അപ്പം അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് പ്രത്യേകിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരുന്നുണ്ട്. പിന്നെ ടോപ്പ് ആയിട്ടുള്ള റാങ്ക് ഡിസൈഡിങ് ഏരിയാസ്, ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ്, കൂടാതെ സബ്ജക്ട് വൈസ് ക്വസ്റ്റ്യൻസ്. അതായത് ഇതുവരെ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടുക്ക് നടന്ന എക്സാംസിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഒരു ശേഖരം തന്നെയാണ് ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ സ്റ്റുഡൻസിന് വേണ്ടി ഈ റാങ്ക് ബൂസ്റ്റർ പാക്കിൽ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സോ നന്നായിട്ട്, അതായത് നമ്മൾ എക്സാം വളരെ സീരിയസ് ആയിട്ട് തന്നെ കണ്ട് നമ്മൾ പഠിച്ചു തുടങ്ങുക. അതായത് എക്സാം നമ്മൾ പ്രതീക്ഷിക്കുക നെക്സ്റ്റ് ഇയർ, അതായത് 2026 പകുതിയോട് കൂടിയാണ്. അപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് 1 വർഷത്തോളം എക്സാമിന് തയ്യാറെടുക്കാനായിട്ട് സമയം കിട്ടും. സോ ഇപ്പോഴേ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻ ഡെപ്ത് ആയിട്ടുള്ള തിയറി ക്ലാസ്സസ് ഉണ്ടാകും. പിന്നെ അതിനോടൊപ്പം
ഒപ്പം തന്നെ ഓരോ ദിവസത്തിന്റെയും ക്ലാസ്സിന്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആകുന്നതായിരിക്കും. കൂടാതെ 30 to 40 MCQ, അത് ക്വസ്റ്റ്യൻസ് അതിന്റെ റാഷണൽ സഹിതം നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് സെൽഫായിട്ട് സ്റ്റഡി ചെയ്യാനും സെൽഫായിട്ട് അസസ് ചെയ്യാനുമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ഓരോ ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓരോ ക്ലാസ്സും കഴിഞ്ഞിട്ട് അതിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ഷോർട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ പ്രാക്ടീസ് എക്സാംസ് ഉണ്ടാകും. പിന്നെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനും നമ്മൾ ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി നൽകുന്നു. അപ്പോൾ ഇനി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങൾ പഠിക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനം ഒന്നും ഉണ്ടാവില്ല എന്നാണ് ആക്ച്വലി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്. എപ്പോഴും നമ്മൾ അനുഭവത്തിൽ നിന്നാണല്ലോ പഠിക്കുക. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ആരും ദയവേത് വെയിറ്റ് ചെയ്യരുത്. നോട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞതുപോലെ ഈ ഇയറിൽ തന്നെ എൻഡോടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമ്മുടെ ബാച്ച് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗിന്റെ നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ വരുന്ന ജൂലൈ 24-ാം തീയതി നമ്മുടെ DMA സ്റ്റാഫ് നഴ്സ് എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജൂലൈ 24-ാം തീയതി നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് ആക്ച്വലി നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റ്സ് ഒക്കെ ഉറപ്പിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാവരും ഗവൺമെന്റ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആയിട്ടൊക്കെ സർവീസിൽ കയറാനുള്ള എല്ലാ ഈശ്വരാനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ.